യമനിലെ തടവറയിൽ വധശിക്ഷ കാത്തു കഴിയുന്ന നിമിഷപ്രിയ എന്ന മലയാളി യുവതിക്ക് തൽക്കാലത്തേക്ക് ആശ്വസിക്കാനുള്ള ഒരു വാർത്തയാണ് അവരുടെ വധശിക്ഷ മാറ്റിവെച്ചിരിക്കുന്നു അല്ലെങ്കിൽ നീട്ടിവെച്ചിരിക്കുന്നു എന്നുള്ളത്. അവരവിടെ ചെയ്ത കുറ്റകൃത്യം എന്താണെന്നോ അതിൻ്റെ ആഴം എന്താണെന്നോ നമുക്ക് കൃത്യമായ അറിവില്ല. എങ്കിൽ പോലും അവരവിടെ ചെയ്ത കുറ്റകൃത്യത്തിൻ്റെ വലിപ്പമനുസരിച്ചായിരിക്കണം ആ രാജ്യത്തെ നിയമസംഹിത അനുശാസിക്കുന്ന രീതിയിൽ അവർക്ക് വധശിക്ഷ വിധിച്ചത്. എങ്കിലും ഈ വധശിക്ഷയിൽ നിന്നും അവരെ മോചിപ്പിക്കാനും അവരെ നാട്ടിലെത്തിക്കാനുമുള്ള തീവ്രമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിലെടുത്തു പറയേണ്ട 3 കാര്യങ്ങളുള്ളത്. ഒന്ന്, 3 പേരുടെ ഇടപെടലുകളാണ്. പ്രധാനമായും നമ്മുടെ ചാണ്ടി ഉമ്മൻ MLA-യുടെ ഇടപെടലാണ്. അദ്ദേഹം ഗവർണറെ പോയി കാണുകയും ഗവർണറുടെ കാര്യങ്ങൾ ധരിപ്പിക്കുകയും കേന്ദ്ര ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തുകയും നിരന്തരമായി സമ്മർദ്ദം ചെലുത്തുകയും ഇടപെടുകയും ചെയ്യുകയും ചെയ്യുന്നതിന്റെ ഫലമായി കേന്ദ്ര ഗവൺമെന്റ് വിഷയത്തിൽ ഇടപെട്ടെങ്കിലും കേന്ദ്ര ഗവൺമെന്റിന് യമനിലെ അധികാര കേന്ദ്രങ്ങളുമായി ബന്ധപ്പെടാൻ സാധിക്കാത്തൊരു സാഹചര്യമാണ് അവിടെ ഉള്ളത്. കാരണം ഇന്ത്യക്ക് അവിടെ ഒരു നയതന്ത്ര പ്രതിനിധിയോ നയതന്ത്ര ബന്ധങ്ങളോ ഒരു ഓഫീസോ ഒന്നുമില്ല. യമനിൽ നിന്നും അതുപോലെ നമുക്ക് ബന്ധപ്പെടാവുന്ന ഒരു നയതന്ത്ര പ്രതിനിധി ഇന്ത്യയിലുമില്ല എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. ഇവിടെയാണ് മറ്റൊരു നയതന്ത്ര പ്രതിനിധിയായി നമ്മുടെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ വരുന്നത്. അദ്ദേഹത്തിൻ്റെ വിപുലമായ ബന്ധങ്ങളും സ്വാധീനങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കണക്കിലെടുത്താണ് അവിടുത്തെ ഭരണാധികാരികളിൽ സമ്മർദ്ദം ചെലുത്താനും ഈ വധശിക്ഷ നീട്ടിവെക്കാനും സാധിച്ചത്. അപ്പോൾ ഇതിനെ കളിയാക്കിക്കൊണ്ടും പരിഹസിച്ചുകൊണ്ടും ആക്രമിച്ചുകൊണ്ടും നിരവധി പോസ്റ്റുകൾ വന്നു. അതിൽ പ്രധാനപ്പെട്ട 3 പോസ്റ്റുകളാണ് എന്നെ ഇങ്ങനെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത്. അതൊന്ന് ഒരു എക്സ് മുസ്ലിമിൻ്റെയാണ്, മറ്റൊന്ന് ഒരു ഹിന്ദു തീവ്രവാദിയുടേതാണ്, മറ്റൊന്ന് ഒരു നിരീശ്വരവാദിയുടേതാണ്. ഇത് 3ഉം അവർ ആരോപിക്കുന്നത് AP അബൂബക്കർ മുസ്ലിയാർ എന്ന വ്യക്തി നടത്തിയ ഇടപെടലിനെ പരിഹസിച്ചോ ആക്രമിച്ചോ ആണ്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു മനുഷ്യൻ മരണാസന്നനായി കിടക്കുമ്പോൾ അയാൾക്ക് കുടിക്കാൻ അല്പം വെള്ളം നൽകുന്നത്, അയാളുടെ ജീവൻ നിലനിർത്താൻ അയാളെ സഹായിക്കേണ്ടത് മറ്റൊരു മനുഷ്യന്റെ കടമയാണ് എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് AP അബൂബക്കർ മുസ്ലിയാർ ഇതിൽ ഇടപെട്ടിരിക്കാൻ സാധ്യത. കാരണം അയാളുടെ ജാതി എന്താണ്, അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെട്ടവന്റെ മതം എന്താണ്, അയാളുടെ നിറം എന്താണ്, ഒന്നും നോക്കാതെ ഇതിൽ ഇടപെടാൻ കാണിച്ചിട്ടുള്ള ആ ഒരു വലിയ മനസ്സിനെ ചെറിയ ഇടുങ്ങിയ ജാതിചിന്തയുടെയും മതചിന്തയുടെയും തലത്തിൽ നിന്നുകൊണ്ട് ആക്രമിക്കുന്ന പരിഹസിക്കുന്ന ആ ഒരു നിലപാട് തികച്ചും മനുഷ്യത്വ വിരുദ്ധമാണ് എന്ന് മാത്രം ഞാനിവിടെ ഓർമ്മിച്ചുകൊള്ളട്ടെ.